ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്. ഇന്ന് ലാവണ്യയുടെ ചെയ്തത് കുറച്ച് കൂടിപ്പോയി എന്ന് മുത്തശ്ശിയെന്ന് പറയുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തത് കൂടിപ്പോയെന്ന് നീ പറയണമെന്ന് പറയുമ്പോൾ, അപ്പോൾ അവൾ ചെയ്തതൊന്നും തെറ്റല്ലേ? കല്യാണത്തിന് മുമ്പേ അവൾ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? അവൻ്റെ കൂടെ റൂമിൽ കഴിയാൻ ഉദ്ദേശിച്ചു. അവനും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവനും അങ്ങനെ തന്നെ. കുഞ്ഞൻ വല്ലാതെ മാറിപ്പോയി അഞ്ജലി എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറയേണ്ട എല്ലാം ശരിയാവും മുത്തശ്ശി എന്ന് പറയാൻ കേട്ടോ. ശരിയാകുമായിരിക്കും, നോക്കാം, ഒരു മാസം സമയമുണ്ടല്ലോ, അതിനുള്ളിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം രാത്രി ആകുമ്പോഴേക്കും ശ്യാം ശ്രുതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ ഫോൺ പരിധിക്ക് പുറത്താണ്. അതിനുശേഷം ആൻറ്റീനെ വിളിക്കുന്നുണ്ട്. ആൻറ്റിയുടെ ഫോൺ എൻഗേജ്ഡ് ആണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി എന്നിട്ട് പെട്ടെന്ന് തന്നെ ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ്. ഈ രാത്രി ആരെയാണ് വിളിക്കണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ച് വാങ്ങിക്കേണ്ട. അപ്പോഴേക്കും ശ്യാമിൻ്റെ മുഖം ഒന്ന് മാറുക കേട്ടോ. അതിനുശേഷം അഞ്ജലി ഫോൺ ഇങ്ങനെ നോക്കാൻ പോകുമ്പോഴേക്കും ശ്യാം പെട്ടെന്ന് ആകെ ദേഷ്യത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അഞ്ജലി, അയ്യോ സോറി ശ്യാമേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ തമാശക്ക് പറഞ്ഞാണ്, അല്ലാതെ ശ്യാമേട്ടൻ വിചാരിക്കുന്ന പോലെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, സത്യമായിട്ടും ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, സോറി, എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞാൻ ഈ തമാശ ആവർത്തിക്കില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ശ്യാമിൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. അതിനുശേഷം എന്നോട് ക്ഷമിക്കണം, സോറി കേട്ടോ എന്ന് പറഞ്ഞ് വിഷമമെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് പോകുവാണ്. അതിനുശേഷം ഫോം എടുത്ത് ശ്യാം മാറ്റി വെക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ആൻറ്റീനെയാണ്. ആൻറ്റി പ്രീതിനെ വിളിക്കുന്നുണ്ട്. പ്രീതി മോളെ ഇങ്ങോട്ട് വന്നേ, ദേ നിങ്ങൾക്കുള്ള ടിക്കറ്റ് ആ പയ്യൻ കൊണ്ടും തന്നതെന്ന് പറയുവാണ്. ടിക്കറ്റ് കിട്ടിയോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വരുവാണ്. ടിക്കറ്റ് ഇന്നലെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുത്തു വിടാമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ എന്ന് ആൻറ്റി ചോദിക്കുമ്പോഴേക്കും, പോയേ പറ്റൂ ആൻറ്റി, ഈ സമയത്ത് ഞങ്ങൾ വേണ്ടത് അമ്മയുടെ അച്ഛൻ്റെയും കൂടെയാണ്. ദേ നോക്ക് ശ്രുതി, പ്രീതി, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഇവിടെ ഉള്ളത് എനിക്ക് വലിയൊരു ആശ്വാസമാണ്. നിങ്ങളുടെ മുമ്പിൽ ചില സമയത്ത് ഞാൻ അത് പ്രകടിപ്പിക്കാറില്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. നോക്ക്, സമയം വൈകിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ടാണെങ്കിലും നിങ്ങളുടെ അച്ഛനമ്മേനെ സഹായിക്കാമല്ലോ. ശ്രുതി, നിനക്ക് നല്ലൊരു ജോലി ഞാൻ മേടിച്ചുതരാം, ഞാനും എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് പോവാതിരുന്നൂടെ എന്ന് പറയുമ്പോൾ, അയ്യോ ആൻറ്റി, അത് പോവാതിരിക്കാൻ പറ്റില്ല, അമ്മ അച്ഛനും ആ ഒരു വിഷമത്തിൽ അവിടെ ഇരിക്കണത്, എങ്ങനെയും ബേക്കറി തിരിച്ചു പിടിച്ചേ പറ്റൂ ആൻറ്റി, ഞങ്ങളതിൻ്റെ മധുരവും അതുപോലെ തന്നെ അവിടെ നിന്ന് താമസിച്ചതല്ലേ, ബേക്കറി നിന്നിട്ട് താമസിച്ച് വളർന്ന് വലുതായവരല്ലേ, നമുക്ക് ആ ബേക്കറി വിട്ട് കൊടുക്കാൻ പറ്റില്ല, എന്തായാലും അമ്മയുടെ അച്ഛനടുത്തൊന്ന് പോട്ടെ എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി അവിടെ നിന്ന് പോകുവാണ്. ശേഷം നമ്മുടെ ശ്രുതിക്ക് വിഷമമാകുമ്പോഴേക്കും പ്രീതി ശ്രുതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിട്ട്, പോട്ടെ സാരമില്ല, നമുക്ക് നാട്ടിലേക്ക് പോകാം എന്ന രീതിയിൽ പ്രീതി ശ്രുതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോരമനെയാണ്. മനോരമ ആരും കാണാതെ പതുക്കെ ലാവണ്യയുടെ റൂമിലേക്ക് വന്നിരിക്കുക കേട്ടോ. ലാവണ്യ ബേബി കുളിക്കുമായിരുന്നോ? ഇതെന്ത് ഡ്രസ്സ്, നല്ല അടിപൊളി ഡ്രസ്സാണല്ലോ, എയറും കയറും കാറ്റും കയറും എല്ലാം കയറും എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ലാവണ്യ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്താ പെട്ടെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ലാവണ്യ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ ബേബി. നോക്ക്, ഇവിടെ രണ്ട് സൈഡുണ്ട്, ലാവണ്യ കുഞ്ഞൻ്റെ സൈഡും മുത്തശ്ശിയുടെ സൈഡും. എൻ്റെ അമ്മായിമ്മയുടെ സൈഡ് ആരും നിൽക്കാറൊന്നുമില്ല, പക്ഷേ അമ്മായിമ്മ ഭയങ്കര സ്ട്രിക്റ്റാണ്. ലാവണ്യ ബേബിനെ പരീക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അമ്മായിമ്മ ചെയ്യും. പഴയ ലേഡിയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മുഷ്ക് സ്വഭാവമാണ് എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ലാവണ്യക്ക് ആ ജ്യൂസ് കൊടുക്കുകയാണ് മനോരമ. അയ്യോ ഇതെന്ത് ഡ്രസ്സാ ബേബി, ഇത് കൊള്ളാലോ, ഇത് ഏത് ബേബി ഷോപ്പിൽ നിന്ന് എടുത്തതെന്ന് പറയുമ്പോൾ, അയ്യോ ഇത് ബേബി ഷോപ്പിൽ നിന്ന് എടുത്തതല്ല എന്ന് പറയുമ്പോൾ, കണ്ടാൽ ബേബി ഷോപ്പിൽ നിന്ന് എടുത്ത പോലെ ഉള്ളൂ, അത്രയ്ക്കുള്ള തുണിയേ ഉള്ളേ, എന്തൊക്കെ പറയാലോ ലാവണ്യ ബേബി, നീ ഒരു ഭാഗ്യവതിയാണ് കേട്ടോ, കാരണം ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇട്ട് ഇഷ്ടം പോലെ പറന്നടക്കാലോ. പക്ഷേ ഞങ്ങൾ കണ്ടില്ലേ, 6 മീറ്റർ നീളമുള്ള ഈ സാരി ചുറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കണമെന്ന് പറയുമ്പോൾ, അയ്യോ ആൻറ്റിക്ക് സാരി നല്ല ഭംഗിയാണ് എന്ന് പറയുമ്പോൾ, അതെയോ, എന്നാലും ഇഷ്ടപ്പെട്ട പോലെ നടക്കാൻ പറ്റുന്നില്ലല്ലോ, ലുക്ക് ബേബി ലുക്ക്, നീ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞെ കല്യാണം കഴിക്കാൻ പോകണം നിൻ്റെ ഭാഗ്യമാണ്, കുഞ്ഞെ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും, ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് നിനക്കിവിടെ പറന്നടക്കാലോ എന്ന് പറയുവാണ്. ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ കേട്ടോ ബേബി, പക്ഷെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പാണ് ആൻറ്റി? അതെ, നീ എങ്ങനെ എത്ര മെലിഞ്ഞ് സുന്ദരിയായിട്ടിരിക്കണം, ആ ടിപ്പ് എനിക്ക് പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ, അത് വേറൊന്നുമല്ല, ഷുഗറും കാർബോഹൈഡ്രേറ്റ് നിയന്ത്രിച്ചാൽ മതി. ഷുഗറോ? അതെ, ഷുഗറുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ വണ്ണം കുറയും ആൻറ്റി എന്ന് പറയുമ്പോൾ, അങ്ങനെയാണോ, എങ്കിൽ നാളെ മുതൽ ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറയുവാണ്. അതെ ആൻറ്റി മെലിയണം, മെലിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റി കുറച്ചുകൂടി സുന്ദരിയാവും. എൻ്റെ ബേബി, ഞാൻ ബേബിയുടെ സൈഡ് എപ്പോഴും നിൽക്കും കേട്ടോ. ദേ നോക്ക്, ജ്യൂസ് കുടിച്ച് ഇവിടെ ഇരുന്നു, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴേക്കും രാമേട്ടൻ വരുന്നുണ്ട്. നിങ്ങളെന്താ മനുഷ്യ ഇവിടെ, അല്ല കുഞ്ഞെന്താ ഇതിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ, എന്താ എനിക്ക് ഇതിൻ്റെ അകത്ത് കയറിക്കൂടെ? ലുക്ക് രാമേട്ട, താഴത്തുള്ള ആ ലേഡി ഉണ്ടല്ലോ അടുക്കളയിൽ നിൽക്കണം, അവരോട് പറയണം നാളെ മുതൽ എൻ്റെ ജ്യൂസിലും ചായയിലൊന്നും മധുരിടരുതെന്ന്, നോ ഷുഗർ നോ കാർബോഹൈഡ്രേറ്റ്, ഞാൻ മെലിയാൻ പോകുക എന്നൊക്കെ മനോരമ പറയുവാണ്. അതിനുശേഷം താഴേക്ക് ഇറങ്ങി പോകുവാണ്. ഈശ്വര, ഞാൻ മെലിനൊരു സുന്ദരിയാകും, നോക്കിക്കോ, ഞാൻ മുതൽ ഷുഗറുള്ള
ഒരു സാധനം കഴിക്കില്ല, ചായ ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിലത്തേക്ക് വരുമ്പോഴേക്കും മോഹനേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആഹാ, മോഹനേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ്. ദേ മനോരമ, നീ എന്തുദ്ദേശിച്ചാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ മനോ ചേട്ടൻ പറയുന്നുണ്ട്, അത് നീ ആരുടെ അനുവാദം ചോദിച്ചു ലാവണ്യയുടെ റൂമിലേക്ക് കയറിപ്പോയെന്ന് ചോദിക്കുമ്പോഴേക്കും മനോരമ പറയുന്നുണ്ട്, ലുക്ക് മോഹനേട്ട, എനിക്കെന്താ അവരുടെ റൂമിൽ കയറി പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം പറയണത്, നിങ്ങളുടെ ഒരുമാതിരി അമ്മയുടെ സ്വഭാവം എൻ്റെ അടുത്തെടുക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, അതെ എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും, അത് നീ മനസ്സിലാക്കണം എന്ന് പറയുവാണ്. ഞാൻ എന്ത് മനസ്സിലാക്കാനാണ്, ഇത്രയും വർഷം മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ അമ്മയും ഒരു പെണ്ണ് തന്നെയാണ്, അപ്പം പറയണതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് നീ ആലോചിക്കണം എന്നൊക്കെ പറയുവാണ്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന മോഹനേട്ടൻ പറയണത്, അവിടുത്തെ സംസാരിച്ചാൽ എത്ര വലിയ തെറ്റെന്ന് പറയുമ്പോഴേക്കും എൻ്റെ അമ്മക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും നീ ചെയ്യാൻ നിൽക്കേണ്ട എന്ന് പറയുന്നിടത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.